ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ സിർകുർമ പായസമാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ചെമ്പൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയിട്ടുണ്ട്. എന്താ വെച്ചാൽ പാലൊഴിക്കണതാണല്ലോ പിരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് നല്ലോണം ചൂടുവെള്ളത്തിലൊന്ന് ചൂടാക്കിയിട്ടാട്ടോ പാലെല്ലാം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ 1.5 ലിറ്റർ പാല് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ചൂടായി വരട്ടെ കേട്ടോ. അപ്പോഴത്തേന് ഇനി നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയത് ബദാമാണ്, അതുപോലെ തന്നെ പിസ്തയും കൂടി കേട്ടോ വേണ്ടിയത്. എൻ്റെ കയ്യിൽ പിസ്തയില്ല, അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നല്ലോണം കട്ടാക്കിയിട്ട് എടുക്കാം. ചെറുങ്ങനെ നല്ലോണം ഒന്ന് കട്ടാക്കി എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാരണമാണ് ഇത് ഇപ്പം തന്നെ കട്ടാക്കിയിട്ട് പായസത്തിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ പായസം ഉണ്ടാക്കാൻ നമ്മൾ എന്തെങ്കിലും ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ഒരു 2 ദിവസം മുപ്പിട്ട് ഇതുപോലെ തന്നെ എല്ലാം കട്ടാക്കിയിട്ട് എല്ലാം വെള്ളത്തിലിട്ട് വെക്കുക. ബദാമും വെള്ളത്തിലിട്ട് വെക്കുക, പിസ്തയും വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് ചെറുങ്ങനെ ഒന്ന് കട്ടാക്കി എടുത്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് പായസം വെക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഉണക്കാനുള്ള നേരമൊന്നും കിട്ടിയില്ല. ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടാൻ പോവാൻ കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ സേമിയം കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സേമിയം കുറച്ച് മാത്രമാണ് വേണ്ടിയത് കേട്ടോ, കുറേ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് സേമിയോ കൈകൊണ്ടൊന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യിൽ നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിനി അതിലേക്ക് സേമിയം കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് പാലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പാല് ഞാൻ അപ്പുറത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റും കൂടി അയക്കാം കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും കൂടി തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ പാല് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നെയ്യിലെല്ലാം വറുത്ത് വെച്ച എല്ലാ മിക്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പാല് നല്ലോണം ഒന്ന് തിളച്ച് വരണം. സിർകുർമ പായസം നോർത്ത് ഇന്ത്യയിലാണ് അധികം ഉണ്ടാക്കൽ കണ്ടിട്ടുള്ളത്. നമ്മളെ നാട്ടിലൊന്നും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റാട്ടോ ഇത്. അപ്പോൾ ഞാനിതാ ഇവിടെ മിൽക്ക് മെയ്ഡും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം നോക്കിയിട്ട് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മധുരം നോക്കുക. മിൽക്ക് മെയ്ഡിലും മധുരം ഉണ്ടാവും. അപ്പോൾ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് നല്ലോണം ഒന്ന് കട്ടിയിലെടുക്കരുത്, കട്ടിയില്ലാത്ത തരത്തിൽ വേണം എടുക്കാൻ കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏലക്ക നമുക്ക് കുത്തിയിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഏലക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് നല്ലോണം കുത്തിയിട്ട് പൊടിയാക്കിയിട്ട് അതും കൂടി ഒന്ന് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിട്ട് ട്രൈ ചെയ്യാൻ നോക്കണേ. എന്താ വെച്ചാൽ നല്ല അടിപൊളി പായസമാണ്. ഇതിലേക്ക് പിസ്തയും കൂടി ഇതുപോലെ തന്നെ അരിഞ്ഞിടണം. അതാണ് ടേസ്റ്റ്. പക്ഷെ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതാ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പായസം ഇതുപോലെയാണ് വേണ്ടിയത്, അധികം കട്ടിയില്ലാണ്ട്. അപ്പോൾ ഇനി കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത്. അപ്പോൾ ലൈക്കും കൂടി തരാൻ മറക്കരുത്, സബ്സ്ക്രൈബും കൂടി തരിക. അപ്പോൾ ഇനി നമ്മൾ വേറൊരു വീഡിയോസ് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.